വിറങ്ങലിച്ചു നിൽക്കുന്നു നാട്. പൊട്ടിയൊലിച്ചെത്തിയ ഉരുളും മലയും വിഴുങ്ങിയത് 4 ജീവനുകൾ. ആകെ മരണം 7. ഒരു രാത്രി പുലരുമ്പോഴേക്കും സർവ്വതും നഷ്ടപ്പെട്ട അലമുറയിടുന്ന മനുഷ്യരുടെ മുഖങ്ങൾ മാത്രം എവിടെയും. പതിവ് കാലാവസ്ഥാ അലേർട്ടിനപ്പുറം ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല ആർക്കും. ഒരു നിലപ്പൊക്കത്തിൽ കിടപ്പാടങ്ങൾ വെള്ളം വിഴുങ്ങുമ്പോഴും സഹായത്തിനായി ഒരു സംവിധാനങ്ങളും എത്തുന്നില്ലെന്ന് വിലപിക്കേണ്ടി വരികയാണ് മനുഷ്യർക്ക്. മരണപ്പൊഴിയാകുന്ന മുതലപ്പൊഴിയിൽ കാണാതായ ജീവനുകൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്ന ഉറ്റവർ. കാലം മാറുമ്പോൾ കാർ മാറ്റി ഹെലികോപ്റ്റർ വാങ്ങാൻ കഴിയാത്ത മനുഷ്യരെക്കുറിച്ചാണ്. ഓരോ ദുരിതകാലത്തും ജീവനും വാരിയെടുത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ക്യാമ്പുകളിലേക്ക് അലയേണ്ടി വരുന്ന, കൂടെ കിടന്നുറങ്ങിയവരുടെ മരവിച്ച ശരീരം മാത്രം ബാക്കിയാകുന്ന മനുഷ്യരെക്കുറിച്ച്. ജീവിതത്തിന്റെ തുലാഭാരത്രാസിനെ തോൽപ്പിക്കുന്ന മലവെള്ളത്തോട് മല്ലിടുന്ന മനുഷ്യരെക്കുറിച്ച്. വരൂ, ഇനി നമുക്ക് അവർക്ക് നേരെ കൂടി നോക്കാം. 4 മണിക്ക് പറഞ്ഞ് 4 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞ് കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:15 എപ്പോഴാണ് ഇവിടുന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. ഇവിടെ വിളിച്ചുറഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരുണ്ട് തെരച്ചില്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം നടക്കുമെന്ന് അവർക്കറിയാം. മഴയും കാറ്റും വരുമ്പോ അപകടം നടക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് ഒരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിനെ അവർ നിയമിച്ചില്ല? ഈ 2 ജീവനും കല്ലിൽ പിടിച്ചു കിടന്ന ജീവനാണ്. രക്ഷിക്കാൻ പറ്റുമായിരുന്നു. കല്ലിൽ തൂങ്ങി എന്റെ ചേട്ടനും കിടക്കുന്നു, കല്ലിൽ തൂങ്ങി കിടക്കുന്നെന്ന്. ഇവരെ കണ്ടിട്ട് ചൂണ്ടക്കാരെ സ്റ്റിക്കിട്ട് കൊടുത്തിരിക്കുന്നു. അവിടെ നിന്ന് അവര് വന്ന് ഒരു വള്ളക്കാർ ഇവിടെ വന്ന് പറഞ്ഞപ്പോ അവരെന്തോ ലൈഫ് ജാക്കറ്റ് എന്തോ എടുത്തിട്ടിട്ട് പറഞ്ഞത് നിങ്ങൾ പോയി രക്ഷിക്കണോന്ന്. ഞങ്ങൾ രക്ഷിക്കാനാണെങ്കിൽ എന്തിന് കോസ്റ്റൽ ഗാർഡ്, എന്തിന് കോസ്റ്റൽ ഗാർഡ്? എന്നിട്ട് അവര് പോലീസ് അവിടെ വന്നപ്പോ അവരെടുത്ത് പറഞ്ഞെന്ന് അവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ മക്കളെന്ന്. അപ്പൊ അവർക്ക് പേടിയെന്ന് കോസ്റ്റൽ ഗാർഡ് വരട്ടെന്ന്. അവര് വരട്ടെന്ന്, അവര് വന്നാലേ ഇത് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ കുറ്റാക്കൂരിട്ടിൽ എങ്ങനെ കൊണ്ടുവന്നു? ഈ സമയം മഴയും കാറ്റ് ഇടിയും എല്ലാം ഉള്ളതാണെന്നറിയാം. 3 മണിക്ക് ഈ വെള്ളം 2:30 മണിക്ക് ഇറക്കിയ വെള്ളമാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് പകല് 2:30. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് പറയാലോ നിങ്ങൾക്ക് പണിക്കിറക്കാൻ പറ്റൂല, കാറ്റുണ്ട്, ഇത്ര കിലോമീറ്റർ കാറ്റുണ്ടെന്ന് ഇവർക്ക് പറയാം. മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേക്ക് മെസ്സേജ് എല്ലാവരും നോക്കുന്നതല്ല. മെസ്സേജ് വിദ്യാഭ്യാസം എല്ലാത്തവരും കാണാം. അതുവരെ മനസ്സിലാക്കണമായിരുന്നു, അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ചെയ്യണമായിരുന്നു. അതുപോലെ അവർ ചെയ്യില്ല. ഇത് അറിഞ്ഞതിന് ശേഷം ഒരു 8:30 മണിയായപ്പോഴത്തേക്ക് മെസ്സേജ് ഇട്ട്. എന്തിനാണ് മെസ്സേജ് ഇട്ടത്? ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല. ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCസിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന്
നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.